എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളിൽ അധികം പേരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെപ്പോലെയുള്ള കുഞ്ഞു ചാനലുകൾക്ക് വളരുവാനൊരു പ്രചോദനമാകുന്നത്. അപ്പോൾ അധികം പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അംല മുറബയുടെ റെസിപ്പിയുമായിട്ടാണ്. തേൻനെല്ലിക്കയുടെ എല്ലാ ഗുണങ്ങളും ഇതിൽ നിന്ന് ലഭിക്കും എന്ന് ഞാനിവിടെ അവകാശപ്പെടുന്നില്ല. കാരണം ഇതാ തേൻനെല്ലിക്കയല്ല, ഇതൊരു സ്വീറ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നെല്ലിക്ക എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ന്യൂട്രിയൻസിൻ്റെ കലവറയാണ്. എന്നാൽ നെല്ലിക്ക വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂട്രിയൻസിൻ്റെ അളവിൽ കുറവ് വരും. പ്രധാനമായും വൈറ്റമിൻ സിയിൽ കുറവുണ്ടാകും. ട്രഡീഷണൽ രീതിയിൽ നെല്ലിക്കയുടെയും തേനിൻ്റെയും ഒരു ഗുണങ്ങളും നഷ്ടപ്പെടാതെ തന്നെ തേൻ നെല്ലിക്ക തയ്യാറാക്കുന്ന വീഡിയോ ഉടനെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാം. ആ തയ്യാറാക്കുന്ന തേൻ നെല്ലിക്ക ഒരു മെഡിസിനൽ രീതിയിലോ അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെയാണ്. തേനാണെങ്കിലും അതൊരു സ്വീറ്റ് അല്ല, ഒരു ചെറിയ കയ്പ്പ് കാണും കഴിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇത് കഴിക്കാൻ കുറച്ച് പാടാണ്. ചില കുട്ടികളൊന്നും ഇത് കഴിക്കാൻ സാധ്യതയില്ല. അവർക്ക് വേണമെങ്കിൽ ശർക്കരയിലോ അല്ലെങ്കിൽ കരിപ്പെട്ടിയിലോ ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ പഞ്ചസാരയിൽ കൊടുക്കുന്നത് കൊണ്ട് ഒരു ഗുണവും കുട്ടിക്ക് കിട്ടുന്നില്ല, അത് ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ. നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ റോ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും തന്നെ നല്ലത്. അല്ല എങ്കിൽ കരിപ്പെട്ടിയിലോ അല്ലെങ്കിൽ ശർക്കരയിലോ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നെല്ലിക്ക കഴിച്ചല്ലോ എന്നുള്ളൊരിതെങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ സ്വീറ്റായിട്ട് എല്ലാവർക്കും ഇഷ്ടമാകുന്ന രീതിയിൽ എളുപ്പത്തിൽ അംല മുറബ തയ്യാറാക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ നെല്ലിക്ക നന്നായി കഴുകിയെടുക്കാം. നമ്മളിവിടെ 1/2 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് നമുക്കൊരു ഇഡലി പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് തട്ട് വച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക വെച്ച് കൊടുക്കാം. ഒരു 4-5 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഒരുപാടിട്ട് വെന്ത് സോഫ്റ്റ് ആക്കണ്ട, കുറച്ചൊന്ന് വാടി കിട്ടിയാൽ മതി. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. കളറൊന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഈ നെല്ലിക്ക മാറ്റി വയ്ക്കാം. അതവിടെ ഇരുന്ന് തണുക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. ഞാനിവിടെ 450 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 250 ml കപ്പിന് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി ഉടച്ച് പാനിയാക്കിയെടുക്കാം. ഈ സമയം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന നെല്ലിക്കയിൽ ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ സ്ക്വയർ കൊണ്ടോ കുത്തിയെടുക്കാം. നമ്മുടെ ശർക്കരയെല്ലാം അലിഞ്ഞ് പാനിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാനിയിലേക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 2 കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക. എൻ്റെ കയ്യിൽ ഏലക്കയുടെ പൊടി ആയതുകൊണ്ട് ഒരു നുള്ളാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറുക്കിയെടുക്കാം. ഏകദേശം ഒരു 40-45 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ കുറുക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട്. ഈ നെല്ലിക്കയുടെ ഗോൾഡൻ കളർ മാറി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വേവിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ നെല്ലിക്കയുടെ സൈസിനും വ്യത്യാസം വരും. ഒന്ന് കുറുകി കഴിഞ്ഞാൽ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് 1-2 തുള്ളി പാനി ഒഴിച്ചു കൊടുത്താൽ ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഭരണിയിലോ ഗ്ലാസ് ജാറിലോ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ തണുത്ത് വരുമ്പോൾ നല്ല കട്ടിയായിട്ട് തോന്നുന്നുവെങ്കിൽ ഒരു 1/4 ഗ്ലാസ് നന്നായി തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുത്താൽ മതിയാകും. ഏകദേശം ഒരു 4-5 മണിക്കൂറിന് ശേഷം നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്ന് വീഡിയോ ചെയ്യുവാൻ സഹായമാകുന്നത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ടേക്ക് കെയർ.